രണ്ടുപേരുടെ ഓണവിശേഷങ്ങൾ ഇപ്പം ഞാൻ ഓണം വരികയാണ്. നിങ്ങളുടെ കഴിഞ്ഞ കൊല്ലത്തെ ഓണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എന്തൊക്കെയായിരുന്നു ആ ഓണം ആഘോഷം എങ്ങനെയായിരുന്നു? ഞങ്ങള് ഓണാകുമ്പോ സദ്യയൊക്കെ ഉള്ളു. ഞങ്ങള് ചേച്ചിമാരൊക്കെ വന്ന് ഞങ്ങള് കസിൻസ് എല്ലാരും വരും ഓണാകുമ്പോ. ഈ വീട്ടിലായിരുന്നു, ഇത് കുടുംബ വീടാ. അപ്പൊ കസിൻസ് എല്ലാരും ഇവിടെ വന്ന് സദ്യയൊക്കെ ഉണ്ടിട്ട് ഞങ്ങള് ഓണക്കളി കളിക്കും. രസമായിരുന്നു. നിങ്ങൾ അധികം എന്തൊക്കെ കളികളാണ് കളിക്കുക? വടംവലി വിളിച്ചു ബാക്കിയില്ല, കസാരക്കളിയാണ്. കസാരക്കളി അധികം രണ്ടുപേരിൽ ആരായിരിക്കും ജയിക്കുക? ഞങ്ങള് ഇങ്ങനെ കളിക്കാറില്ല, അവരൊക്കെയാ കളിക്കുന്നത് കൂടുതല്. ഞങ്ങള് കളിക്കുക എന്നാലും ജയിക്കുന്ന കൂടുതൽ അതാണോ അവര് എളിമ? അങ്ങനെ ഭാഗ്യം വെച്ച ഭാഗ്യം വെച്ചിട്ട് അവര് ആന്റിമാരും അങ്കിളുമാരും ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ചേട്ടന്മാര് അവരൊക്കെയാണ് കൂടുതലും കളിക്കുന്നത്. അവരൊക്കെ കൂടുതൽ ഓണക്കളിയൊക്കെ കളിച്ച്. ഓക്കെ, ഇനിയിപ്പോ അടുത്ത പുതിയ ഓണം വരാൻ പോവാണ്. അപ്പൊ ഓണത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ രണ്ടുപേരുടെ? ഓണക്കോടിയൊക്കെ എടുത്തോ? ഇല്ല, ഒന്നും എടുത്തിട്ടില്ല ഇതുവരെ. പിന്നെ ഞങ്ങക്ക് ഓണത്തിന് പ്രോഗ്രാം ഉണ്ടല്ലേ? അതാണ്, വളരെ തിരക്കുള്ള ആൾക്കാരാണ്. ഇപ്പൊ സ്കൂളിൽ എന്തെങ്കിലും ഓണാഘോഷം ഉണ്ടാവിരിക്കല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിൽ ഓണാഘോഷമൊക്കെ? നല്ലായിരുന്നു. അവിടെ പരീക്ഷയ്ക്ക് മുമ്പായിരുന്നു ഓണം. സാധാരണ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത്തവണ എന്താണെന്നറിയില്ല, പരീക്ഷയ്ക്ക് മുമ്പായിരുന്നു ഓണം. നല്ലായിരുന്നു. ഓണത്തിന് അപ്പൊ രണ്ടുപേരും ഒരേ ടീമിലായിരുന്നു, അത് വേറെ വേറെ ടീമിലൊക്കെ? അല്ല, അവിടെ ഓണക്കളികളില്ല, ജസ്റ്റ് ഓണാഘോഷം മാത്രമല്ല അല്ലേ? ഓക്കെ, ഇപ്പം പ്രോഗ്രാംസിലേക്ക് തന്നെ വരാം. ഈ പ്രോഗ്രാംസിൽ നിങ്ങൾ പറഞ്ഞല്ലോ കൗണ്ടേഴ്സ് ചിലതൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ കൗണ്ടേഴ്സ് ചെയ്യുമ്പോൾ ലൈക്ക് എന്തെങ്കിലും റെഫറൻസ് ഒക്കെ നോക്കാറുണ്ടായിരുന്നോ? എങ്ങനെയാണ് ഓക്കെ അത് ഇങ്ങനെ പറഞ്ഞാൽ ശരിയാകും എന്നുള്ളത് പറയുമ്പോൾ അത് ഓൾറെഡി നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റെഫർ ചെയ്തിട്ടാണോ വരാറ്? ഇല്ല, അത് സ്കിറ്റിനെ ബന്ധപ്പെടുത്തി കൗണ്ടർ കിട്ടും. അപ്പൊ അതൊന്ന് പറഞ്ഞു നോക്കും, കൊള്ളാമെന്ന് നോക്കും. ബാക്കി അവിടെ കുറെ കണ്ടസ്റ്റൻസ് കാണും, കൂട്ടുകാരന്മാര് കുറെ. അവരുമായിട്ട് അവരെ ഒന്ന് കളിച്ചു കളിക്കും. വെളിയിൽ ഞങ്ങളെ പോലെ കണ്ടസ്റ്റൻസിനെ കളിച്ചു കളിക്കും നമ്മുടെ കൂട്ടുകാരെ. അപ്പൊ അവര് ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചോദിച്ചു നോക്ക്, നല്ലതായിരിക്കും എന്നൊക്കെ പറയാം. അപ്പൊ അവരുടെ നോക്ക് കുറച്ച് കൗണ്ടർ അല്ലാതെ കിട്ടും അല്ലേ? ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, മഞ്ജു ചേച്ചി തന്നെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടുപേരും ചെറിയ കുട്ടികളാണ്, പക്ഷെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചിലപ്പോൾ വലിയ അമ്മാവന്റെ ക്യാരക്ടേഴ്സ് ചെയ്യും, ചിലപ്പോൾ ബംഗാളി മറ്റേ അങ്ങനെ പയ്യന്മാരുടെ ഒരു. അപ്പൊ ആ ഒരു ഇന്ന ആൾക്കാർ ഇങ്ങനെയാണല്ലോ, അപ്പൊ ഒരു ഒബ്സർവേഷൻ നടത്താറുണ്ട് നമ്മുടെ ചുറ്റിലുള്ള കാര്യങ്ങളെ കുറിച്ച്. അതെങ്ങനെയാ ആ ഒരു സ്റ്റേജ്? ഞങ്ങള് ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഇരുന്ന് സ്കിറ്റ് എല്ലാം ഇരുന്ന് കാണും. ബമ്പർച്ചിരിയുടെ അല്ല, പൊതുവെ സ്കിറ്റ് ഇങ്ങനെ ഇരുന്ന് കാണുന്ന ടൈപ്പാണ്. അപ്പൊ അത് കണ്ട് പഠിച്ചതാ. അപ്പൊ അതിനകത്തുള്ള അവര് ചെയ്യുന്ന വേഷം ഇങ്ങനെയല്ലേ, അപ്പൊ ഈ വേഷം ചെയ്യുന്നത് ഇങ്ങനെ യൂട്യൂബിൽ കൂടെ കണ്ടൊക്കെ കുറെ ചെയ്തതാണ്. ഇപ്പം അപ്പയും അമ്മയും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്? അവര് സ്കിറ്റ് കളിച്ച് കാണിക്കാന്ന് പറയും, കളിച്ച് കാണിക്കും. ഷൂട്ടിന് തലേ ദിവസമൊക്കെ ആകുമ്പോൾ ഞങ്ങളൊന്ന് കളിച്ച് കളിക്കാമെന്ന് പറയും. അപ്പൊ അവരെ ഒന്ന് ചെയ്ത് കാണിക്കും. എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ തരുമോ? അപ്പനെ അമ്മ അങ്ങനെ ഇതൊന്നും പറയാറില്ല. നിങ്ങൾ കളിച്ചെന്ന് പറയും, കളിച്ചെന്ന് പറയും. ഇങ്ങനെ നോക്കി അങ്ങിരിക്കും, വേറൊന്നും പറയത്തില്ല.